ഡോക്ടർ ടി പി സെൻകുമാർ, പാലത്തായി യു പി സ്കൂൾ അധ്യാപകനായ പത്മരാജൻ മാസ്റ്റർ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പൗരത്വ നിയമ ഭേദഗതിക്ക് അനുകൂലമായി ഒരു പോസ്റ്റ് ഇടുന്നു. ആ സമയത്ത് അദ്ദേഹം BJPയുടെ തൃപ്പങ്ങട്ടൂർ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന പാലത്തായി യു പി സ്കൂൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതും 400-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരുമായിരുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാനേജ്മെൻറ്റ് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നുണ്ട്. ഇതാണ് അടിസ്ഥാന കാരണം എന്നാണ് ഇതിൻ്റെ ഒരു ക്രൊനോളജി പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നേരത്തെ ശ്രീ പ്രേമരാജൻ വക്കീൽ ഒരുപക്ഷെ വിട്ടുപോയതായിരിക്കാം. 2020 മാർച്ച് മാസം ആദ്യവാരത്തിൽ ഈ സ്കൂളിലെ അറബിക് അധ്യാപിക, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അറബിക് അധ്യാപിക അടങ്ങുന്ന അധ്യാപകർ സ്കൂളിലേക്ക് കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്നതിനായി വീടുകളിൽ പോവുകയും ആ കൂട്ടത്തിൽ അതിജീവിതയുടെ മാമൻ്റെ വീട്ടിൽ പോവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട കോടതിയിൽ ഈ സ്കൂളിലെ അറബിക് അധ്യാപിക താൻ അപ്രകാരം പോയ സമയം ഫേസ്ബുക്ക് വിവാദമായ വസ്തുത ചൂണ്ടിക്കാട്ടുകയും മാഷിനെ വല്ല കേസിലും മറ്റും പെടുത്തി ഒഴിവാക്കിക്കൂടെ ടീച്ചറെ എന്ന് മാമൻ ചോദിച്ചതായി കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, സാഹചര്യ തെളിവുകൾ പോലുമില്ല. മാത്രമല്ല, അതിജീവിത മൊഴി പലവട്ടം മാറ്റി, അതും പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ. എന്നിട്ടും ഒരധ്യാപകനെ പോക്സോ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ കേസിനെ നോക്കിക്കാണുന്നത്? ഞാൻ ഈ കേസിനെ നോക്കിക്കാണുന്നത് കുറച്ച് നാൾ മുമ്പ്, ഒരു 3 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു, ഇടുക്കി ജില്ലയിൽ അവിടെ SFIയിൽപ്പെട്ട ചില വിദ്യാർത്ഥിനികൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഒരു അധ്യാപകനെതിരെ ലൈംഗിക പരാതി കൊടുക്കുകയും, എനിക്ക് തോന്നുന്നു അദ്ദേഹം 253 ദിവസത്തോളം ജയിലിലായിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം അദ്ദേഹം അതിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ട് പുറത്തു വരികയും ചെയ്ത ഒരു സംഭവമാണ്. അതായത്, ചില നിയമങ്ങൾ വളരെയധികം ദുരുപയോഗം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ, ഇപ്പോൾ 498 ഉണ്ടായിരുന്നു, അതിനൊക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചില നിബന്ധനകളൊക്കെ വെച്ചു. അപ്പോൾ 498 വെച്ച് അതുപോലെ പഴയ പോലെ ദുരുപയോഗം ചെയ്യാനായിട്ട് സാധ്യമല്ലാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഇതിൽ അഡ്വക്കേറ്റ് ശ്രീ പ്രേമരാജൻ ഏകദേശം മിക്കവാറും കാര്യങ്ങൾ ഒരു ഗിസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഒരു കാര്യം മാത്രമേ അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ള, അദ്ദേഹത്തിൻ്റെ സമയത്ത് അദ്ദേഹം അത് പറയുമെന്ന് തോന്നുന്നു. അതായത്, ഇതിൻ്റെ വാദം കേട്ട ജഡ്ജി, ആ ജഡ്ജി പോയതിന് എത്ര ശേഷമാണ് പുതിയ ജഡ്ജി വന്നത്? പുതിയ ജഡ്ജിക്ക് പഴയ വാദങ്ങളെല്ലാം വായിക്കാനുള്ള സമയം തന്നെ ഉണ്ടാകുന്ന ഒരു സാധാരണ സാഹചര്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു കോടതി ഒരു വിധി വിധിച്ചാൽ അതിൻ്റെ മുകളിലുള്ള ഒരു കോടതി മറ്റൊരു വിധി വിധിക്കുന്നത് വരെ അതിനെ നമ്മൾ അനുസരിക്കുകയേ നിവൃത്തിയുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയും നിയമങ്ങളും അനുസരിക്കുന്നവർ അതേ അനുസരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വിധികളെല്ലാം നമ്മൾ അനുസരിക്കുന്നത് ആ വിധികളെല്ലാം സത്യമാണ് എന്നതുകൊണ്ടല്ല, അതാണ് നിയമം എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കോടതി വിധികളും സത്യമായതുകൊണ്ടല്ല നമ്മൾ അനുസരിക്കുന്നത്. എല്ലാ കോടതി വിധികളും അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന നിയമം ഉള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിധിയെയും നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. രണ്ടാമതൊരു കാര്യമുള്ളത്, ഒരു കോടതി വിധിയെ നമ്മൾക്ക് തീർച്ചയായിട്ടും വിമർശിക്കാവുന്നതാണ്. ആ ജഡ്ജിയെ, വിധി എഴുതിയ ജഡ്ജിയെ വ്യക്തിപരമായിട്ട് വിമർശിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകാവുന്ന കാര്യം, ഇതുവരെ പ്രതിഭാഗം അഡ്വക്കേറ്റായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രേമരാജൻ വളരെ നല്ല രീതിയിൽ നടത്തിയൊരു കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഞാനിതിൻ്റെ ആദ്യഘട്ടം മുതൽ പലപ്പോഴും അന്വേഷിച്ചിരുന്നു, അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. കാരണം എനിക്ക് അത്ഭുതം തോന്നിയൊരു കേസായിരുന്നുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ എത്രയോ പോക്സോ കേസുകൾ നടക്കുന്നു, എത്രയോ അധികം ശിക്ഷകൾ നടക്കുന്നു, എത്രയോ അധികം കേസുകൾ വരാതെ പോകുന്നു, എത്രയോ അധികം കേസുകളിൽ ഈ സംഭവങ്ങളൊക്കെ ഒതുക്കി തീർക്കുന്നു. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് എനിക്കൊരു പ്രത്യേകത തോന്നി. ഇങ്ങനെ ഒരു സംഭവം ഇതേ രീതിയിൽ നടക്കാൻ സാധ്യതയുണ്ടോ? അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ പറയുകയും അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് സാധാരണയായിട്ട് എന്താ ഉണ്ടാവുക? സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് ഉണ്ടാകണം, അതുപോലെ ഫിസിക്കലായിട്ടുള്ള മെഡിക്കൽ എവിഡൻസസ് ഉണ്ടാകണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകേണ്ടതാണ്. ഇനി നമ്മൾക്ക് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഈ കേസിലേക്ക് മാത്രം പോകാതെ നമുക്ക് ജഡ്ജ്മെൻറ്റ്സിൻ്റെ കാര്യം പലതും നോക്കാം. പാനൂർ സോമൻ കേസ് എന്ന് പറയുന്ന വളരെ അതിപ്രമാദമായൊരു കേസാണ്. CBI ഡയറിക്കുറിപ്പ് എന്ന് പറയുന്ന കുറേയധികം സിനിമകൾക്ക് തുടക്കമായ സോമൻ കേസ്. ആ സോമൻ കേസിൻ്റെ കാര്യത്തിൽ എന്ത് പറ്റുന്നു? അത് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ എന്തായി? ക്ലീനായിട്ട് യാതൊരു തെളിവുമില്ലാത്ത വിധത്തിൽ വിട്ടുപോയി. അതിനുശേഷം മറ്റൊരു കേസുണ്ടായിരുന്നു, പോളക്കുളത്ത് അവരുടെ ഹോട്ടലിൽ വെച്ച് നടന്ന ഒരു കേസുണ്ടായിരുന്നു. അതും വളരെ പ്രമാദമായിട്ട് വന്നു, ഹൈക്കോടതിയിലൊക്കെ ശിക്ഷിക്കപ്പെട്ടു. അന്ന് ഒരു SP ആ ശിക്ഷാവിധിക്കെതിരെ റിപ്പോർട്ട് എഴുതിയതാണ്. ആ ശിക്ഷാവിധിക്കെതിരെ അദ്ദേഹം ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വളരെ അറിയുന്നൊരു ഓഫീസറായിരുന്നു, കുറ്റാന്വേഷണത്തിൽ അതീവ വിദഗ്ധനായിരുന്നു. ഏതായാലും അതും സുപ്രീം കോടതിയിലെത്തിയപ്പോൾ എന്തായി? ഒന്നുമില്ലാതായി. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ അടുത്ത് നോക്കുക. പട്ടാപ്പകൽ ഇത്ര അധികം കുട്ടികളുടെയും ഒക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിധി എന്തായി? അവസാനം വന്നപ്പോൾ ഒരു പ്രദീപൻ മാത്രം പ്രതിയായി, അയാൾ 5-6 വർഷം മാത്രം ജയിലിൽ കിടന്ന് പുറത്തായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും സത്യം അല്ല പലയിടങ്ങളിലും വിജയിക്കുന്നത്, അസത്യങ്ങളും വിജയിക്കുന്ന സന്ദർഭങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിലെ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട ആളുടെ വീട്ടുകാരോട് തന്നെ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അദ്ദേഹം സത്യസന്ധനാണെന്ന് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ അപ്പീൽ വരട്ടെ. ആ അപ്പീലിൽ ഈ പറയുന്ന പ്രതിഭാഗം അഡ്വക്കേറ്റ് ശ്രീ പ്രേമരാജൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഏതൊരു കോടതിയിലും, ഞാനും ഒരു അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്ത ആളാണ്. അപ്പോൾ ഏതൊരു കോടതിയിലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഒരിക്കലും ഒരു അതിജീവിതയുടെ മാത്രം, കാരണം ഇത്രയധികം തെളിവുകളും ഇത്രയധികം അന്വേഷണ സമിതികളുമുണ്ടായി, അന്വേഷണ സംഘങ്ങളും ഉണ്ടായിരിക്കെ, ആ അന്വേഷണ സംഘങ്ങളുടെ എല്ലാം അന്വേഷണങ്ങളും തെറ്റാണെന്ന് സ്ഥാപിച്ച്, അതുപോലെ കൗൺസിലർമാരുടെ റിപ്പോർട്ടുകളും എല്ലാം തെറ്റാണ് സ്ഥാപിച്ച് അതിജീവിത പറഞ്ഞു എന്നുള്ളത് മാത്രം ഇങ്ങനെയൊരു ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് തീർത്തും തെറ്റാണെന്ന് നമുക്ക് പ്രാഥമികമായിട്ട് പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ പറയാനേ നമുക്കിപ്പോൾ പറ്റുള്ളൂ. അതിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷേ അതിൽ നടപടിയെടുക്കേണ്ടത് ഇപ്പോൾ തന്നെ കൃത്യമായ അപ്പീൽ കൊടുക്കുകയും ആ അപ്പീൽ കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ബോധിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. കാരണം നമ്മുടെ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ഇപ്പോൾ ഞാൻ തന്നെ പറയുകയാണ്, എനിക്കുണ്ടായ ഒരു അനുഭവം. 1993 സുനിൽ കുമാർ എന്നൊരാളെ ഗുരുവായൂർ ജമീത്തുൽ ഇസാനിയുടെ ആൾക്കാരാണ് വാസ്തവത്തിൽ കൊന്നത്. പക്ഷേ ഞങ്ങൾ ആ കേസ് അന്വേഷിക്കുന്ന സമയത്തിന് മുമ്പായിട്ട് ലോക്കൽ പോലീസ് 4 CPM-കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അവർക്ക് ജില്ലാ കോടതി ജീവപര്യന്തം ശിക്ഷയും വിധിച്ചു. അവർ ജയിലിൽ കിടക്കുമ്പോഴാണ് ഞങ്ങൾ ജമിയത്തുൽ ഇസാനിയയുടെ കേസ് അന്വേഷിച്ച് വന്നപ്പോൾ ആ ജമിയത്തുൽ ഇസാനിയയിൽപ്പെട്ട ചില ആൾക്കാരാണ് സുനിൽ കുമാറിനെ കൊന്നതെന്ന് കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടുകയും അത് പിന്നീട് അഡ്വക്കേറ്റ് ജനറലിനെയും സർക്കാരിനെയൊക്കെ അറിയിക്കുകയും പിന്നീട് ഹൈക്കോടതി ആ കേസ് വെറുതെ വിടുകയും ആദ്യത്തെ കേസിൽ പുനരന്വേഷണം ഓർഡർ ചെയ്യുകയും ചെയ്തിരുന്നു. അതെന്തായെന്ന് എനിക്കറിയില്ല. തുടരന്വേഷണമല്ല, പുനരന്വേഷണം ഓർഡർ ചെയ്യുകയും പുനരന്വേഷണം ഓർഡർ ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കും മാത്രമേ പറ്റുള്ളൂ. സർക്കാരിനൊന്നും സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്
ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ഈ രത്നകുമാർ DSP വരുന്നവരെ ഇതിൽ അന്വേഷണം വളരെയധികം സംഘങ്ങൾ നടത്തി. രത്നകുമാർ DSP എന്തൊക്കെയോ തെളിവുകൾ കൂട്ടിച്ചേർത്ത് വെച്ചു. ആ തെളിവുകൾ പോലും ക്രെഡിബിലിറ്റി ഇല്ലാത്തതായിരുന്നു. അവസാനം ഈ പറയുന്ന പലപ്പോഴും ഈ കൗൺസിലേഴ്സ് പറഞ്ഞ പോലെ ഉള്ള സ്വഭാവ വ്യത്യാസം കാണിക്കുന്ന അതിജീവിതയുടെ മാത്രം മൊഴി വെച്ച് ഒരാളെ ശിക്ഷിക്കപ്പെടുന്നു. അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിയമം വാസ്തവത്തിൽ എന്താ പറയുന്നത്? നിയമത്തിൽ നമ്മുടെ ഭാരതീയ നിയമത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നടക്കുന്നത് അങ്ങനെയല്ല. അതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് പ്രാഥമികമായ ഒരു കോമൺ സെൻസ് ലോ അറിയണമെന്നില്ല. നിയമം അറിഞ്ഞില്ലെങ്കിൽ പോലും പ്രാഥമികമായിട്ടൊരു നാട്ടുകാരന് പോലും പറയാൻ പറ്റും ഇതിൽ നടന്നിരിക്കുന്നത് അതുമല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വാസ്തവത്തിൽ ആ വിധിന്യായം എഴുതുന്നതിന് വേണ്ടി അതുവരെ വാദം കേട്ട ആ ജഡ്ജിനെ അനുവദിക്കേണ്ടതായിരുന്നു. കാരണം ആ കൃത്യസമയത്ത് സാധാരണ 10 ദിവസം അവർക്ക് അത് ജോലി തീർക്കാനും അവർ തയ്യാറായിട്ട് എടുത്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ എഴുതി തീർക്കാനും സമയം കൊടുക്കുന്നതിന് പകരം അവരോട് അന്ന് തന്നെ മറ്റൊരിടത്ത് ചാർജ് ഏറ്റെടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. വളരെ സംശയാസ്പദമാണത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ സംശയാസ്പദമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അപ്പീൽ കോടതിയിൽ കൊണ്ടുവരണം. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രേമരാജൻ പറഞ്ഞ ഈ കേസിലെ സംഭവങ്ങളുടെ വളരെ വിശദമായ കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം വളരെ ഗിസ്റ്റായിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച 155 കോൺട്രഡിക്ഷൻസ്, ആ കോൺട്രഡിക്ഷൻസ് കൊണ്ടുവരണം. അത് അപ്പീൽ കോടതിയിൽ കൊടുക്കണം. അങ്ങനെയുള്ള കോടതിയിൽ കൊടുത്താൽ തീർച്ചയായിട്ടും നീതി ലഭിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോടതി വിധി അത് പലപ്പോഴും തെറ്റായിരിക്കാം. പക്ഷേ ആ തെറ്റായ കോടതി വിധിയും നമ്മൾ ഒരു മുകളിലെ കോടതി അതിന് എതിരായോ അതിന് അനുകൂലമായോ വ്യത്യസ്തമായോ ഒരു വിധി ഉണ്ടാക്കുന്നത് വരെ അനുസരിക്കുക. പക്ഷേ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ പേരിൽ ആ പ്രതിയായി പറഞ്ഞ് ശിക്ഷിക്കപ്പെട്ട ആളുടെ കുടുംബം ഒന്നും ചെയ്യാൻ പോകരുത്. അവർ കൂടുതൽ വിഷമിക്കരുത്. വിഷമം ഉണ്ടാകും, എനിക്കറിയാം. പ്രത്യേകിച്ചും ഞാനൊക്കെ ജയിലിൻ്റെ DGP ആയിരുന്ന സമയത്ത് പ്രത്യേകിച്ചും ഓപ്പൺ ജയിലുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ചിമേനി ഓപ്പൺ ജയിലിലൊക്കെ എന്നോട് നിരവധി പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാനൊന്നും ഈ കേസിൽ ഒരു കാരണവശാലും ഉൾപ്പെട്ടതല്ല. അതിൽ മാർക്സിസ്റ്റുകാരുണ്ടായിരുന്നു, BJPക്കാരുണ്ടായിരുന്നു, മറ്റ് പാർട്ടികളിൽപ്പെട്ടവരുണ്ടായിരുന്നു. അതെല്ലാം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസസിൽ പലപ്പോഴും പ്രതികളെ കൊടുക്കുമ്പോൾ പോലീസ് ലിസ്റ്റ് ചോദിച്ച് പ്രഷർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ് കൊടുക്കും. ആ ലിസ്റ്റ് കൊടുക്കുന്നത് പലപ്പോഴും ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ അലിബി വെച്ച് ആ പ്രതിക്ക് രക്ഷപ്പെടാൻ കൂടി വേണ്ടിയാണ്. പക്ഷേ ചില സമയത്ത് ഒന്നും രക്ഷപ്പെടാൻ പറ്റാതെ അവർക്ക് ശിക്ഷ കിട്ടും. അങ്ങനെ ശിക്ഷ കിട്ടി ജയിലിൽ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എപ്പോഴും വരുന്നത്, ജയിൽ DGPയുടെ അടുത്ത് വരുന്നത്, ഇവരെ ഓപ്പൺ പ്രിസണിലേക്ക് ഒന്ന് പറഞ്ഞയക്കാമോ എന്നുള്ളതാണ്. കുറേ കൂടി സ്വാതന്ത്ര്യം അവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ തികച്ചും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാറുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ ഇതുവരെ ഞാൻ കേട്ട ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പും അറിഞ്ഞ സംഭവങ്ങളൊക്കെ വെച്ച് ഒരു വനിതാ IPS ഓഫീസർ അടക്കമുള്ള അന്വേഷണ സംഘത്തിൻ്റെയൊക്കെ റിപ്പോർട്ടുകളെല്ലാം വെച്ച് ഇത് തീർത്തും തെറ്റായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ്. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിനെതിരെ അപ്പീൽ കൊടുക്കുക മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അതിന് ഉടനടി തയ്യാറാകുക, അപ്പീൽ കൊടുക്കുക. ആ പ്രതിയും പ്രതിയുടെ വീട്ടുകാരും ഇത് മനസ്സിലാക്കുക. അതായത് പലപ്പോഴും ജുഡീഷ്യൽ എറർ വരാറുണ്ട്. ആ ജുഡീഷ്യൽ എറർ കറക്റ്റ് ചെയ്യാനാണ് സുപ്പീരിയർ കോർട്ട്സ് ഇരിക്കുന്നത്. അപ്പോൾ ആ സുപ്പീരിയർ കോർട്ട്സിൻ്റെ വിധിക്ക് കാത്തിരിക്കുക. അതിനു മുമ്പായിട്ട് അവർ അപ്സെറ്റായിട്ടൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്.